നമ്മുടെയൊക്കെ ചില ഞെരുക്കങ്ങൾ കൊണ്ടാണ് നമ്മുടെ വീടുകൾ നിലനിൽക്കുന്നത്. അതേ നമ്മളൊക്കെ പ്രത്യേകിച്ച് വേദനിക്കുന്നവരെ ശ്രദ്ധിച്ചോണം. ഈ ഞെരുക്കം അനുഭവിക്കുന്നത് കൊണ്ടാണ് നിന്റെ വീട് ഈ പച്ച പിടിച്ച് നിൽക്കുന്നത്. ആരെങ്കിലുമൊക്കെ ചീഞ്ഞഴിഞ്ഞിട്ടാണ് ചിലതൊക്കെ വളർന്നു നിൽക്കുന്നത്. നിന്റെ വീട്ടിൽ നീ ഓർത്തുകൊള്ളണം, കരയാനും പ്രാർത്ഥിക്കാനും ആരൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ കുടുംബം ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കത്തില്ലെന്ന്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. ആരൊക്കെയോ നിനക്ക് വേണ്ടി കരഞ്ഞതും പ്രാർത്ഥിച്ചതും തമ്പുരാന്റെ മുമ്പിൽ നിലവിളിച്ചത് കൊണ്ടല്ലേ നിന്റെ വീട് നിലനിൽക്കുന്നത്. അങ്ങനെ ഈ ഞെരുങ്ങുന്നവർ ഓർത്തുകൊള്ളണം, ഈ ഞെരുക്കം വെറുതെ പോകത്തില്ല. ഇതൊരു സ്വർഗത്തോളം ഉയർത്തുന്ന ഒരു സ്ഥാനം നൽകുകയാണ്. നിന്റെ ഞെരുക്കത്തിനൊരു ഐഡന്റിറ്റി ഉണ്ടെന്ന് കൃത്യമായി വചനം നിന്നെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ആത്മീയ രഹസ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 12-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ ഒരു കാര്യം പറയുകയാണ്. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. കണ്ടോ, ഈ ഞെരുക്കം ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ ഞെരുക്കം ഉണ്ടാകുന്നത് എനിക്ക് സന്തുഷ്ടമാണ്, സന്തോഷമാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഈ ഞെരുക്കം ഇത് അനുഗ്രഹീതമായ ഒരു സഹനമാണ്.